അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ലയദ്നൂ മിനൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. നല്ല ജീവിത രീതിയിലൂടെ, നല്ല ഇബാദത്തിലൂടെ, നല്ല സൽക്കർമ്മത്തിലൂടെ, നല്ല ഖുർആൻ പാരായണത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗ്ഗത്തിലേക്ക് അടുത്തെത്തി. ഹത്താമാ യകൂന ബൈനഹു വ ബൈനഹാ ഇല്ലാ ഖദറുൻ ഹിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ ഖദറുൻ, ഒരു കുന്തത്തിന്റെ അളവിന്റെ വ്യത്യാസത്തിൽ അവൻ സ്വർഗ്ഗത്തിന്റെ മുമ്പിലെത്തി. ഇനി ഒരു കാല് വെച്ച സ്വർഗമാണ്, അത്രത്തോളം ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിന്റെ മുമ്പിലെത്തി. ഇനി ഒരു കുന്തത്തിന്റെ അളവേ ഉള്ളൂ, അതെടുത്തു മാറ്റിയാൽ അവൻ സ്വർഗത്തിലാണ്. ആ ഒരു ചാണുകൂടി കടന്നാ പിന്നെ പടച്ചവന്റെ സ്വർഗത്തില് പെണ്ണോടുള്ള പെണ്ണെത്തിപ്പോയി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അപ്പോഴാണ് ഫയതകല്ലമു ബികലിമത്തിൻ ഫതുബാഅദു മിൻഹാ, അപ്പോഴാണ് ഭർത്താവിന്റെ ഉമ്മ ഫോണിൽ വിളിച്ചത്. ഹലോ, ഫോൺ ഇങ്ങനെ എടുത്ത, ഓ ഈ കിളവിയായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞ് തലചൊറിഞ്ഞു. അപ്പോഴേ ആ സ്വർഗത്തിന്റെ മുമ്പേ നിന്ന് നേരെ ഒരൊറ്റ അടിയ നേരെ തെറിച്ച് എത്രയോ ദൂരത്ത് പോയി വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാം പോയി, തറാവിയും പോയി, സുദക്കയും പോയി, അമലും പോയി, ഖത്തമുൽ ഖുർആനും പോയി, ദിക്റും പോയി, ഒക്കെ പോയി. ആ സ്വർഗത്തിന്റെ മുമ്പേ ഒരൊറ്റ അടിക്ക് നേരെ വിദൂരത്തേക്ക് പോയി വീഴും. നാളെ നിങ്ങൾ ആരെ കുറിച്ചും ഒന്നും പറയൂല എന്ന് തീരുമാനമെടുത്തു. എന്നിട്ട് സുബഹി നിസ്കരിച്ചു. അല്ലാഹ് ഇന്ന് ആരെ കുറിച്ച് ഒരു വസാദീവത്തൊന്നും പറയില്ല റബ്ബേ, വളരെ നിയന്ത്രണം, വളരെ നിയന്ത്രണം, വളരെ നിയന്ത്രണം. അങ്ങനെ മുമ്പോട്ട് പോയി. പറയാം, അവിടെ നിന്നാ ബക്കറ്റിൽ വെള്ളം വീടും, നോട്ട് നനഞ്ഞു പോകും. നിങ്ങൾ ഇവിടെ പുറകെ നിൽക്കുക, ഞാൻ പറയാം. അതിനൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വന്നാൽ അവര് ഇടൂല, അത് ഞാൻ പറയുമ്പോഴേ അവരിടുള്ളൂ. അപ്പൊ എന്താണ്, രാവിലെ സുബഹിക്ക് അങ്ങനെ നിയന്ത്രിച്ചു, ഒന്നും പറഞ്ഞില്ല. ളുഹറിന്റെ സമയമാവുന്നത് ആരെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഭർത്താവ് വന്നപ്പോൾ ഭാര്യ ഇക്ക ചോറിടട്ടെ. ഭർത്താവ് ചോദിച്ചു, എന്താ എവിടുന്ന് വളരെ നല്ല രീതിയിലാണല്ലോ സംസാരിക്കുന്നത്, മറ്റത് അല്ലോണ്ടായി കഴിച്ചോണ്ട് പോയ മനുഷ്യൻ എന്ന് പറയുന്ന ആളാ, ഇന്ന് വളരെ ഭംഗിയായിട്ടാണല്ലോ അൽഹംദുലില്ലാ, എല്ലാവരോടും വളരെ നല്ല ഭംഗിയായിട്ട്, നല്ല രസമായിട്ട്, ആരെക്കുറിച്ച് ഒന്നും പറയണില്ല. സ്വർഗത്തിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. നാവിങ്ങനെ ശുദ്ധിയാകുമ്പോൾ അതിലേക്ക് ഇങ്ങനെ അടുത്തെടുത്തു. 4 മണിയായപ്പോൾ മകൻ വന്ന് സ്കൂളിലെ പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്നു. ഉമ്മ, ഒരു വിഷയത്തിന് മാത്രം വളരെ മാർക്ക് കുറവാണ്, ബാക്കിയുള്ളതിനൊക്കെ വിജയിച്ചു. മക്കളുടെ വിഷയം വന്ന് ഉമ്മാക്ക് സങ്കടമായി. സാരമില്ല മോനെ, ഏത് വിഷയത്തിനാ മാർക്ക് കുറവെന്ന് നോക്കുമ്പോൾ ഒരു ടീച്ചർ, അല്ലെങ്കിലും ആ കൂതറ വൃത്തിയിട്ട് ടീച്ചർ അങ്ങനെ നിന്നെ പഠിക്കും, ആ ടീച്ചറുടെ മാർക്ക് എല്ലാവർക്കും കുറവാണ്.